ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഐസൊലേറ്ററും ഈ RCCB തമ്മിലുള്ള വ്യത്യാസം എന്താണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഐസൊലേറ്റർ മാത്രം വെച്ചാൽ പോരെ നമ്മുടെ DBയിൽ, അല്ലെങ്കിൽ RCCB മാത്രം പോരെ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ചോദിക്കാറുണ്ട്. അതായത് എന്തുകൊണ്ടാണത് വെക്കുന്നതെന്ന്. നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യമേ തന്നെ നമുക്ക് ഐസൊലേറ്റർ നോക്കാം. ഐസൊലേറ്റർ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഒരു മോൾഡിംഗ് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 MCB വച്ചിരിക്കുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കൊടുക്കുന്നത് നേരെ മീറ്റർ ബോക്സിൽ നിന്നും KCB ലൈനിലെ മീറ്റർ ബോക്സിൽ നിന്ന് നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിലേക്ക് നമുക്ക് വരുന്ന പോലെ 2 ഇൻപുട്ടാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ RCCBയിൽ ഇതുപോലെ തന്നെ ഇൻപുട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ഫേസ് ന്യൂട്രൽ, ഇത് സിംഗിൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്. RCCBയും ഐസൊലേറ്ററും സിംഗിൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ഐസൊലേറ്റർ ആയതുകൊണ്ട് 2 പോളാണ് ഉള്ളത്. 3 ഫേസ് ആവുന്ന സമയത്ത് 4 പോളാണ് ഉള്ളത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഐസൊലേറ്റർ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് 2 ഒന്നിച്ചാണ്, അതായത് ഫേസും ന്യൂട്രും ഒന്നിച്ചാണ് ഓൺ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ മെയിൻ സ്വിച്ചിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഫേസും ന്യൂട്രും ഓണാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വിച്ച് പോലെ വെറുതെ ഒരു സ്വിച്ച് എന്ന രീതിയിൽ മാത്രമേ ഐസൊലേറ്റർ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിലൂടെ മാക്സിമം നമുക്ക് പോകാവുന്ന കറണ്ടിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 40 ആംപിയർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 ആംപിയർ വരെ മാക്സിമം നമുക്ക് ഇതിലൂടെ കടത്തി വിടാൻ സാധിക്കുള്ളൂ. അതായത് സിംഗിൾ ഫേസ് നമ്മൾ വെക്കുന്ന സമയത്ത് 40 ആംപിയറിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ലോക്ക് സിസ്റ്റം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ ലോക്ക് ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ലോക്കാണ്. അത് നേരെ ഒരു സ്പ്രിങ് ടൈപ്പ് വരുന്നുണ്ട്, അതിലിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്വിച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഐസൊലേറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ട്രിപ്പിങ് കാര്യങ്ങളൊന്നും തന്നെ അതിൽ നടക്കുന്നില്ല. ഇനി RCCB നോക്കുക. RCCB നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ചില കമ്പനികളിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ V-Guardൻ്റെ ആയതുകൊണ്ട് ഇൻപുട്ടിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ RCCBയിൽ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോബാണുള്ളത്. ഐസൊലേറ്റർ നമ്മൾ 2 നോബ് ഒന്നിച്ച് വെച്ചിരിക്കുന്നത് കണ്ടാൽ ഇത് ഒറ്റ നോബാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത്, ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഇത് തന്നെയാണ് ട്രിപ്പ് ആവുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നം എർത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ട്രിപ്പ് ആവുന്നത് ഇത് തന്നെയാണ് വരുന്നത്. അതായത് ആദ്യത്തെ ഇൻപുട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഫേസ് ന്യൂട്രൽ നമ്മൾ കൊടുത്തു, അത് കൊടുക്കുന്നത് ഐസൊലേറ്ററിൽ നിന്നുള്ള ഔട്ടാണ് വരുന്നത്. അതായത് മീറ്റർ ബോക്സിൽ നിന്ന് നേരിട്ട് ഫ്യൂസ് വരുന്നത്, ഫ്യൂസിൽ നിന്ന് നേരെ വരുന്ന ഐസൊലേറ്ററിലേക്ക്, ഐസൊലേറ്ററിൽ നിന്ന് നേരെ വരുന്നത് RCCBയുടെ ഇന്നിലേക്കാണ് വരുന്നത്. RCCBയുടെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ വീടുകളിലെ സർക്യൂട്ടും കാര്യങ്ങളിലേക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ RCCB നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് എർത്ത് ലീക്കേജ് കറണ്ട് എവിടെയെങ്കിലും എർത്ത് ലീക്കായി കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി നമ്മുടെ സർക്യൂട്ട് ഫേസ് ജസ്റ്റ് എർത്താവുകയോ അല്ലെങ്കിൽ ന്യൂട്രൽ ചെറിയ രീതിയിൽ എർത്താവുകയോ ചെയ്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പ് ആവുന്നു. അത് ട്രിപ്പിങ്ങിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 40 ആംപിയറാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. 30 മില്ലി ആംപിയറിൽ വന്നിരിക്കുന്ന കറണ്ടിലാണെങ്കിൽ അപ്പോൾ അതായത് 30 മില്ലി ആംപിയറിലേക്ക് ലെവലിലേക്ക് എർത്ത് ലീക്കേജ് സംഭവിച്ചാൽ അപ്പോൾ ട്രിപ്പ് ആവും. അതാണ് നമ്മൾ RCCBയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. RCCB ആണ് നമ്മൾ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് എർത്ത് ലീക്കേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐസൊലേറ്റർ ജസ്റ്റ് സ്വിച്ച് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എത്ര ഹൈ വോൾട്ടേജ് എത്ര കയറി വന്നാലും ഇത് ഈ പറഞ്ഞ രീതിയിൽ സിംഗിൾ ഫേസിലാണെങ്കിൽ കൂടിയും ഡബിൾ ഫേസ് ന്യൂട്രൽ കട്ടായിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ വരുന്ന ന്യൂട്രൽ കട്ടായി കഴിഞ്ഞാൽ ഡബിൾ ഫേസ് ആയിരിക്കും നമ്മുടെ വീടുകളിലേക്ക് വരുന്നത്. ഈ ഡബിൾ ഫേസ് കയറി വന്നാൽ RCCB ട്രിപ്പ് ആവില്ല. അതൊരു വലിയൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. RCCB എർത്ത് ലീക്കേജ് കറണ്ട് മാത്രമേ ട്രിപ്പ് ആവുന്നുള്ളൂ. ഹൈ വോൾട്ടേജ് എത്രയാണോ വരുന്നത് അത് അങ്ങനെ തന്നെ പുറത്തേക്ക് കടത്തി വിടുകയും ചെയ്യുന്നു. ആംപിയർ ഹൈ ആവുന്ന സമയത്ത് മാത്രമേ അത് ട്രിപ്പ് ആവുന്നുള്ളൂ. ട്രിപ്പ് ആവാൻ മാത്രമല്ല ചിലപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്നുള്ളൂ. ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഹൈ വോൾട്ടേജ് കയറി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഫേസ് നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ RCCB ഇരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ നമുക്ക് ഉപയോഗിക്കണം. അതായത് ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഐസൊലേറ്റർ അല്ലെങ്കിൽ RCCB ഇരിക്കുന്ന പോലെ തന്നെ ഒരു ഡിവൈസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വലിയ റേറ്റ് കാര്യങ്ങളൊന്നും തന്നെ 1700 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വെക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഐസൊലേറ്റർ കഴിഞ്ഞതിന് ശേഷം വെക്കാം, ELCBക്ക് മുന്നേ വേണമെങ്കിൽ വെക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹൈ വോൾട്ടേജ് 3 ഫേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡബിൾ ഫേസ് കയറി വരുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഡിറ്റക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കട്ടാക്കി കളയും. അത് ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു നല്ലൊരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഐസൊലേറ്റർ എന്താണെന്നും RCCB എന്താണെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ
എന്ന് എനിക്ക് തോന്നുന്നു. കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.